നമസ്കാരം. ഇന്ന് നമ്മൾ ഹൈദരാബാദിലേക്ക് പോകണം. അപ്പോൾ നമ്മളിവിടെ എത്തിയത് ഇപ്പം വിരാജ്പേട്ട ഫോറസ്റ്റിൻ്റെ അതിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്. ഇതാണ് ഇവിടുത്തെ കാട്. ഈ കാടെല്ലാം പുറത്തെല്ലാം കിട്ടി എന്മാതിരി രസമായിരിക്കും അല്ലേ. ഈ കൂർഗിലേക്ക് എത്തി കാട് നേരെ പോയാൽ. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ലെവനാണ് ക്യാമറ പിടിക്കുന്നത്, ഞാൻ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ വിരാജ്പേട്ട കണ്ണൂരിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള നമ്മുടെ കൂർഗിലേക്കുള്ള റോഡാണിത്. ഇവിടെ എത്തിയാൽ മൂടാകെ മാറും. കുറഞ്ഞ ദൂരം, 1 മണിക്കൂർ കൊണ്ട് ഇവിടത്തേക്ക് എത്താം. എത്തിക്കഴിഞ്ഞാൽ എന്തൊരു മൂടാണ്. എനിക്കൊന്ന് വയനാട് പോകുന്നതിനെക്കാട്ടും ഒരു കൂള് കിട്ടുന്നത് ഈ കൂർഗ് ഭാഗത്തേക്ക് വരുമ്പോഴാണ്. വയനാട് എന്തോ ഇവിടെ കുറേ ഈ പിന്നെ ഡീഫോറസ്റ്റേഷനൊക്കെ വന്നുകൊണ്ട് കുറച്ച് ചൂട് കൂടിയോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അടിപൊളിയാണ്. ഇവിടെ ലെവലൊന്ന് വേറെ അല്ലേ, വൈബൊന്ന് വേറെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല നല്ല വ്യൂസുള്ള സ്ഥലങ്ങളുണ്ട്. കുറേ നല്ല വ്യൂ, നല്ല സ്പോട്ട്. അപ്പോൾ അവിടെ നമ്മൾ നിർത്തി നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ അത് ആ കാടെല്ലാം നോക്കിയേ, എന്താ അതിൻ്റെ ഒരു ആ ഇവിടെ വളരെ മനോഹരമായ റോഡാണ്. ഈ റോഡിലൂടെ ഓടിക്കുമ്പോഴുള്ള അനുഭൂതി ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സുന്ദരം, മനോഹരം, അത്രേ വാക്കുകളുള്ളൂ. കുറച്ചും കൂടി നല്ല വാക്ക് കിട്ടുന്നവർക്ക് ഇതിലൊക്കെ നല്ല വാക്കുകൾ വെച്ച് കാച്ചാൻ പറ്റും. പക്ഷെ ഇപ്പം ഇത്ര മതി അല്ലേ. ഇവിടെ കുറേ കുരങ്ങന്മാരെല്ലാം കാണും കേട്ടോ. ഈ ഓടിക്കുമ്പോൾ നമ്മൾ സൈഡ് നന്നായിട്ട് ശ്രദ്ധിക്കണം. സൈഡിൽ ചില സ്ഥലങ്ങളിൽ നല്ല ഗർത്തങ്ങളാണ്. പക്ഷെ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ കേരള കർണാടക സ്റ്റേറ്റ് അല്ലേ. വളരെ അടിപൊളിയായിട്ട് ആർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. കാടൊന്നും നോക്കി, വെള്ളമൊന്നുമില്ല. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. പക്ഷെ ഇപ്പം താരതമ്യേന ഇവിടെ എത്തിയപ്പോൾ ഒരു തണുപ്പുണ്ട്. ഞാനിപ്പോൾ കൂർഗിൽ ലൈക്ക് വ്യൂ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു തടാകമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ ലേക്ക്. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള റെസ്റ്റോറൻറ്റ് പേരാണ് ഇതിൻ്റെ അപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ്. ഈ 2 റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ അധികവും ആളുകൾ ഫുഡ് കഴിക്കാറ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ അങ്ങോട്ട് എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത റെസ്റ്റോറൻറ്റ്, കൂർഗ് ഗേറ്റ്. നല്ല പൊറോട്ടയും സാധനങ്ങളൊക്കെ കിട്ടും. അടിപൊളിയാണ്. എന്തായാലും ഇവിടെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി നമ്മൾ കയറുന്നുണ്ട്. ഓക്കെ, നമ്മൾ കൂർഗ് ഗേറ്റ് ഹോട്ടലെല്ലാം കഴിഞ്ഞ് നമ്മളിതെങ്ങനെ പോവാണ്. ഇത് വളരെ സുന്ദരമായ യാത്ര എന്ന് പറയുന്നത് വളരെ കംഫർട്ടാണ്. ഇവിടെ ഒന്നും ആലോചിക്കാനില്ല, വലിയ ട്രാഫിക്കില്ല. ആളുകൾ എന്താ പറയുക, ഈ ചൂടായതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പൊതുവെ ആളുകളുടെ തിരക്ക് കുറവാണ്. ഇനി നമ്മളിങ്ങനെ ഓരോ വഴിയിൽ ഇനിയിപ്പം ഫോറസ്റ്റിലൂടെ പോയിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തും. ബാംഗ്ലൂർ ടു ഹൈദരാബാദ് അതാണ് നമ്മളെ പ്ലാൻ. സ്റ്റേ ട്യൂൺഡ്. വരാം. ഈ വഴിയിൽ ഇങ്ങനെ നല്ല മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഓക്കെ, ഇവിടുത്തെ ഒരു ഫോറസ്റ്റിന് വേറെ തന്നെ ഒരു പ്രത്യേകത. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ എൻട്രി ആയിട്ടുള്ളത്. വെൽക്കം മെസ്സേജൊക്കെ അവിടെ കാണാം കേട്ടോ. യു ആർ എൻട്രിങ് ടൈഗർ റിസർവ് ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ കേരളത്തിനെ പോലത്തെ ഫോറസ്റ്റ് അല്ല ഇവിടെ. ഇവിടുത്തെ ഫോറസ്റ്റ് കുറച്ചുകൂടി വൈഡാണ്. പിന്നെ അത്ര തിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും സംഭവം ഇതിലെ കൂടി വണ്ടി ഓടിച്ചു പോകാൻ ഈ റോഡൊക്കെ നോക്കി നല്ല രസമാണ്. പിന്നെ കുറേ ചെറിയ ചെറിയ ഹമ്പുകളുണ്ടാവും ഇവിടെ. അതാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത്. വേറെ